എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വിദ്യാവിധിയുടെ ഇന്നത്തെ ഇന്നത്തെ ഫ്രീ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ ഫെബ്രുവരി 21, 23 ദിവസങ്ങളിലാണ് കേട്ടറ്റ് പരീക്ഷ നടക്കാൻ പോകുന്നത്. അതിലേക്ക് ഇനി 25 ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാ വർഷവും എല്ലാ പരീക്ഷയ്ക്കും മുൻപും നടത്താറുള്ളത് പോലെ ഒരു ഫ്രീ, നമ്മുടെ അടുത്ത് കാശ് മുടക്കി പഠിക്കുന്ന ആൾക്കാർക്ക് പുറമെ നമ്മളുടെ വിദ്യാരീതിയിലെ ക്ലാസ്സുകൾ കൂടണമെന്ന് ആഗ്രഹിക്കുന്ന അധ്യാപകർക്ക് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ എൻട്രി ഗ്രൂപ്പുകളിലും നമ്മളൊരു ഫ്രീ ക്ലാസ്സുകൾ നടത്താറുണ്ട് ഓരോ വിഷയത്തിൽ. അപ്പൊ അതിന് ഇന്നത്തെ ക്ലാസ് നയിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്, ഇംഗ്ലീഷ് ക്ലാസ് നയിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇംഗ്ലീഷിലെ ഒരു സ്റ്റാർ അധ്യാപകനാണ്. അപ്പൊ നമ്മുടെ ഫ്രീ ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് അധ്യാപകരെ ട്രെയിൻ ചെയ്യിച്ചിരിക്കുന്ന ഒരു അധ്യാപകനെ കൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തുന്നത്. ഇടുക്കി ജില്ലയിലെ തന്നെ പ്രമുഖനായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് അധ്യാപകനാണ്, കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു അധ്യാപകനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുന്നു. അതുപോലെ നമുക്ക് ഇന്നൊരു ക്ലാസ് എടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ സാറിന്റെ തിരക്കുകളിൽ അവധി ആയതുകൊണ്ട് സാറിന്റെ തിരക്കുകളെല്ലാം മാറ്റി നിർത്തിയിട്ടാണ് സാർ ഇന്ന് നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. എന്താ പറയാ, അധ്യാപകർക്ക് വളരെ എന്താ പറയുന്നത്, മുൾമുനയിൽ നിൽക്കുന്ന സമയമാണ് തെറ്റ് വിടവുള്ളത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ തെറ്റ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള ക്ലാസ്സുകൾ ഉപയോഗപ്പെടണം. അപ്പൊ നിങ്ങളെ എല്ലാ അധ്യാപകരും, നിങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നവർ എല്ലാ അധ്യാപകരാണെന്നറിയാം. അതുകൊണ്ടാണ് കേട്ടറ്റിന് മാത്രമല്ല, എല്ലാ ഇതുപോലുള്ള എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായിട്ടുള്ള ഒരു അധ്യാപകനെ തന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി ക്ഷണിച്ചത്. അപ്പം നിങ്ങൾക്ക് നല്ലൊരു ക്ലാസ് ആയിരിക്കട്ടെ, നല്ലൊരു അനുഭവമായിരിക്കട്ടെ. അതായത് നമ്മുടെ ക്ലാസ് നയിക്കാനായിട്ട് നമ്മുടെ പ്രിയങ്കരനായ സാറിനെ ഒത്തിരി സ്നേഹത്തോടെ, ഒത്തിരി ആദരവോടെ ക്ഷണിക്കുന്നു. ഒപ്പം നിങ്ങൾക്കൊരു നിർദ്ദേശം കൂടി, നിങ്ങൾ ആരെങ്കിലും മൈക്ക് ഓൺ ചെയ്താൽ നിങ്ങൾക്ക് പിന്നീട് ഈ ക്ലാസ്സിൽ തുടരാൻ അനുമതി ഉണ്ടായിരിക്കുകയില്ല. 1000 പേർക്കായിരിക്കും ഈ ലൈവിന് പങ്കെടുക്കാൻ പറ്റുന്നത്. ഇപ്പൊ തന്നെ ഏതാണ്ട് 360ഓളം പേര് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇത്രയും പേർക്ക് നമ്മൾ ഫ്രീ ആയിട്ടാണ് ഈ ഒരു ക്ലാസ് കൊടുക്കുന്നത്. നമ്മൾ മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്, കൃത്യമായിട്ട് എല്ലാ വിഷയത്തിലും കൊടുക്കുന്നത്. അത് നമ്മളെ അറിയുവാനും നിങ്ങൾക്ക് 10 എന്താ പറയുന്നത് മാർക്ക് ഇതിൽ നിന്ന് കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. അത് നിങ്ങൾ അതിൻ്റെതായ രീതിയിൽ പഠിക്കുന്നവർ മാത്രം നിൽക്കുക, അല്ലാത്തവർ ബുദ്ധിമുട്ടുണ്ടാക്കാൻ, ക്യാമറ ഓണാക്കി ലൈറ്റ് ഓണാക്കി ഇടയ്ക്ക് ഒരുപാട് ബഹളം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ പുറത്തു പോവുക, അല്ലാത്തവർ ക്ലാസ്സിൽ തുടരുക. ഒരിക്കൽ കൂടി നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട ഇംഗ്ലീഷ് അധ്യാപകനെ ക്ഷണിക്കുന്നു. താങ്ക് യു സർ. അത് ഭയങ്കര റെസ്പോൺസിബിലിറ്റി നൽകുന്ന ഒരു ഇൻട്രോ ആയിരുന്നു. ഇറ്റ്സ് ഓക്കെ. എന്റെ സൗണ്ട് ഓക്കെ ആണല്ലോ അല്ലേ? കേൾക്കുന്നില്ലേ? അതെ സാർ, ഓക്കെ. ഓക്കെ. അപ്പോൾ ദയവ് ഇത് നേരത്തെ സാറ് പറഞ്ഞാൽ ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് മാത്രം ഉണ്ടാവരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും എറർ തോന്നുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നെറ്റ്വർക്കിന്റെ ആവില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് റീസെറ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഒന്ന് ഇറങ്ങിയിട്ട് കയറി നോക്കുക. ഈ സൈഡിൽ നിന്ന് നെറ്റ്വർക്ക് ഓക്കെ ആണ്. സോ വിതൗട്ട് എനി അഡ്യൂസ് ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ. അപ്പോൾ ഇംഗ്ലീഷ് എല്ലാവർക്കും കുറെ പേടിയുള്ളൊരു സബ്ജക്റ്റ് ആണെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അതൊരു പക്ഷേ ഇംഗ്ലീഷിനെ അടുത്തറിയാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിനെ അടുത്തറിയാൻ ശ്രമിക്കാത്തത് കൊണ്ടായിരിക്കാം. ഈ കാറ്ററ്റിന്റെ ഒക്കെ എക്സാം അറ്റൻഡ് ചെയ്യുന്നവരോടും, അല്ലെങ്കിൽ ഒരു തവണയൊക്കെ അറ്റൻഡ് ചെയ്ത് പോയവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇംഗ്ലീഷ് ഭയങ്കര പാടായിരുന്നു. ഇവൻ പഠിക്കാൻ ശ്രമിക്കുന്നവരും പറയുന്നത് ഇംഗ്ലീഷ് ഭയങ്കര പാടായിരുന്നു എന്നുള്ളതാണ്. അത് ആക്ച്വലി ഇംഗ്ലീഷ് പാടായതുകൊണ്ടല്ല, നമ്മൾ ഇംഗ്ലീഷിനെ സമീപിക്കുന്ന രീതിയുടെ പ്രശ്നം കൊണ്ടാണ്. നമ്മൾ എപ്പോഴും ഒരു ഫോറിൻ ലാംഗ്വേജിനെ കാണുന്ന പോലെ, അല്ലെങ്കിൽ നമുക്കറിയാത്തൊരു സാധനം മാത്രമായിട്ടാണ് ഇംഗ്ലീഷിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇംഗ്ലീഷ് എളുപ്പമാവുന്നതാണ് എൻ്റെ ഒരു തോന്നലും ഇതുവരെ കിട്ടിയേക്കുന്ന ഫീഡ്ബാക്കും. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്നൊക്കെ കിട്ടിയേക്കുന്ന ഫീഡ്ബാക്ക് അങ്ങനെ തന്നെയാണ്. ഇംഗ്ലീഷ് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ഓർത്താണ് വന്നത്. പക്ഷേ ക്ലാസ് കഴിയുമ്പോഴേക്കും ഇംഗ്ലീഷ് പഠിച്ചെടുക്കാവുന്നതാണ്. ഈവൻ അത് കേട്ടിട്ടിനപ്പുറത്തേക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ യൂസ് ചെയ്യാവുന്നതാണ് എന്നൊരു ഫീഡ്ബാക്ക് പലപ്പോഴൊക്കെ കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യം പറയാനുള്ളത്, ഇംഗ്ലീഷ് ടഫാണ്, ഇത് പഠിച്ചെടുക്കാൻ പറ്റില്ല എന്നൊരു തോന്നലോട് കൂടിയാണ് നിങ്ങൾ വന്നേക്കുന്നതെങ്കിൽ ദയവേ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. ഇംഗ്ലീഷ് പഠിച്ചെടുക്കാം എന്നൊരു മൈൻഡോട് കൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ ലെറ്റ്സ് കണ്ടിന്യൂ. സംഭവം വളരെ സിമ്പിളാണ്. ഇംഗ്ലീഷ് പാടാൻ തോന്നുന്നു റേസ് ഹാൻഡ് ചെയ്യാം. ഇതിനകത്ത് അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളോട് മൈക്ക് ഓൺ ആക്കരുത്, വീഡിയോ ഓൺ ആക്കരുത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റിയാക്ഷനും റേസ് ഹാൻഡും ഒക്കെ ചെയ്യാം. ഇംഗ്ലീഷ് എനിക്ക് ഭയങ്കര പാടാണ്, എന്നെ കൊണ്ട് നേടാൻ പറ്റില്ല എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കാവോ? നമുക്ക് ലാസ്റ്റ് ഒന്ന് നോക്കാം അവർക്ക് ഇംഗ്ലീഷ് പാടാണോ എന്ന്. താഴത്തെ ഇമോജിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻ ഒക്കെ കിട്ടും. റേസ് ഹാൻഡിനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഇമോജീസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. ഓക്കെ, കുറെ പേർക്ക് ഇംഗ്ലീഷ് പാടാണ്. നോ പ്രോബ്ലം, ഇറ്റ്സ് ഓക്കെ. നമ്മൾ അതിനെ തന്നെയാണ് അഡ്രസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു നല്ല ടോപ്പിക് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. വെറുതെ ബ്ലാബ്ല അടിച്ചുകൊണ്ടിരിക്കുന്നതിൽ കഥയില്ലല്ലോ. ഓൾറെഡി നമ്മുടെ 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു ടോപ്പിക് വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു.
അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കംപ്ലീറ്റ് സെഷനൊക്കെ കഴിയുമെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല, എന്നെ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് എന്നൊരു ബോധ്യത്തിലോട്ട് വരുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. നിങ്ങൾക്ക് ഇത്തവണ തന്നെ കേട്ടിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് ഏറ്റവും ഈസി ആയ സബ്ജക്റ്റ് ആയിട്ട് മാറട്ടെ എന്ന് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ആർ യു റെഡി? ഓക്കെ, കൂൾ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളൊക്കെ ചോദിക്കും. നിങ്ങൾ ചാറ്റ് ബോക്സിൽ റിപ്ലൈ തരാണെങ്കിൽ അടിപൊളിയായിരിക്കും. മൈക്ക് ഓൺ ചെയ്ത് ദയവായിട്ട് തരരുത്. ചാറ്റ് ബോക്സിൽ റിപ്ലൈ തരാണെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല, ഒരു ഇന്ററാക്ഷനിലൂടെ പോകുമ്പോൾ എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ കൺവേ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. അതിന് വേണ്ടി തന്നെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ടോപ്പിക് എനിക്ക് ഇഷ്ടമുള്ളൊരു ടോപ്പിക്കാണ്. ആക്ച്വലി എല്ലാ ടോപ്പിക്കുകളും നല്ല ടോപ്പിക്കുകളാണ്, എന്നാലും ചില ടോപ്പിക്കിലോട് നമുക്ക് ഒരു പ്രത്യേക ഇഷ്ടം കാണൂല. അങ്ങനെ ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ. ഓക്കെ, ടോപ്പിക്കിലോട്ട് പോകുന്നതിന് ഞാൻ ചോദിക്കട്ടെ, ടാഗിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? പലയിടത്തും നമ്മൾ ടാഗുകൾ യൂസ് ചെയ്യാറുണ്ട്. സ്കൂളിലാണെങ്കിൽ നമുക്ക് നെയിം ടാഗുകൾ ഉണ്ട്, ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രൈസ് ടാഗുകൾ ഉണ്ട്, അതുമല്ലെങ്കിൽ ഇപ്പൊ ഒരു കാർഷിക നഴ്സറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ അതിന്റെ നെയിം ടാഗുകൾ ഉണ്ട്. അങ്ങനെ പലയിടത്തും നമ്മൾ ടാഗുകൾ യൂസ് ചെയ്യാറുണ്ട്. ടാഗുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിലായിരിക്കും ഈ സാധനത്തിന്റെ വാല്യൂ ഉൾക്കൊള്ളുന്നത്. പക്ഷേ ഒരു ക്ലോത്തിന്റെ പ്രൈസ് ടാഗ്, നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കടയിൽ ചെല്ലുന്ന ഒരു 7,000 രൂപ 8,000 രൂപ വിലയുള്ള ഡ്രസ്സാണ്, അതിന്റെ പ്രൈസ് ടാഗിൽ ആ വില എഴുതിയിട്ടുണ്ട്. പക്ഷേ ആ ഡ്രസ്സിൽ നിന്ന് ആ ടാഗ് ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാഗിന് പിന്നെ എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? ആ ഡ്രസ്സിൽ നിന്ന് ആ ടാഗ് ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാഗിന് പിന്നെ എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? നോ, റൈറ്റ്? അതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കും, ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ ടാഗ്. ഇതാണ് നമ്മുടെ ടോപ്പിക്, ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കുഞ്ഞു ചോദ്യമാണ്. നമുക്ക് ചോദ്യം ചോദിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്, എസ്പെഷ്യലി നമ്മൾ ടീച്ചേഴ്സ് ആണല്ലോ. നമ്മൾ രാവിലെ ചെല്ലുമ്പോൾ തൊട്ട് വൈകിട്ട് പോരുന്നോടം വരെ ക്ലാസ്സിലെ കുട്ടികളോട് നിർത്താതെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ. ഈ ചോദ്യം ചോദിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഹോബി ആയിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷെ ഈ ചോദ്യം, ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ചോദ്യമാണ്. പക്ഷെ അതിന് തനിയെ നിൽക്കാൻ പറ്റത്തില്ല, ഒരു സ്റ്റേറ്റ്മെന്റിനോട് ചേർന്ന് നിൽക്കാനേ പറ്റുള്ളൂ. ഇപ്പൊ മലയാളത്തില് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു കാര്യം പറയാണ്, നീ സ്കൂളിൽ പോകുന്നില്ലേ? ഇന്ന് മോനോട് ചോദിക്കാൻ, ഇന്ന് നീ സ്കൂളിൽ പോകുന്നില്ലേ? ആ ചോദിച്ചു കഴിയുമ്പോൾ ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ ചോദിക്കും ഇല്ലേ അല്ലെങ്കിൽ ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കില്ലേ രണ്ടാമത് ആ സ്റ്റേറ്റ്മെന്റിന് ശേഷം. ആ സാധനത്തെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇല്ലേ ഉണ്ടോ എന്ന് മാത്രം ചോദിച്ചിട്ട് കാര്യമില്ല, അതൊരു സ്റ്റേറ്റ്മെന്റിന്റെ കൂട്ടത്തിലാണ് നമ്മൾ ചോദിക്കേണ്ടത്. അതാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷെ ഇത് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ടാഗ് ശരിയാക്കുന്നത് എന്നുള്ളതായിരിക്കും നമ്മുടെ കൺഫ്യൂഷൻ. അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ അതിന് മുമ്പ് ആദ്യം ക്വസ്റ്റ്യൻ ടാഗ് എന്താന്ന് നമുക്ക് നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ ടാഗ് ഇസ് എ സ്മോൾ ക്വസ്റ്റ്യൻ അറ്റ് ദി എൻഡ് ഓഫ് എ സ്റ്റേറ്റ്മെന്റ്. ഞാനിപ്പോ പറഞ്ഞ സാധനം തന്നെ, ഒരു സ്റ്റേറ്റ്മെന്റിന് അവസാനമുള്ള ഒരു കുഞ്ഞു ചോദ്യത്തെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് വിളിക്കുക. എന്തിനാ ഉപയോഗിക്കുന്നത്? ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റിന് വേണ്ടിയിട്ട്. നമ്മൾ ആ പറഞ്ഞേക്കുന്ന കാര്യത്തെ, ചോദിച്ചേക്കുന്ന കാര്യത്തെ ഒന്നും കൂടി ഒന്ന് കൺഫേം ചെയ്യണം, ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് എഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനൊന്ന് നമുക്കൊരു സ്ട്രോങ് ആയ ഒരു ബിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ക്വസ്റ്റ്യൻ ടാഗ്. അതിന്റെ സ്പീഡ് കൂടി പോകുന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. സ്പീഡ് കൂടുതലാണെങ്കിൽ ചാറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേക്കാം, നമുക്ക് സ്പീഡ് കുറച്ച് വരാം. അപ്പോ ഒരു കുഞ്ഞ് എക്സാമ്പിൾ നോക്കാം എങ്ങനെയാ അത് ഉണ്ടാക്കുന്നതെന്ന്. 3 സ്ക്രീൻ കാണത്തില്ലേ? സ്ക്രീൻ ഒക്കെ കാണാലോ. ഞാനിവിടെ 2 ഡിവൈസിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ഡിവൈസിൽ പാർട്ടിസിപ്പന്റ് ആയിട്ടും ഒരു ഡിവൈസിൽ പ്രസന്റർ ആയിട്ടും. അപ്പൊ അതുകൊണ്ട് സ്ക്രീൻ കാണാം. അവിടുത്തെ നെറ്റ്വർക്കിന്റെ എന്തെങ്കിലും ഇഷ്യൂ ആവാനേ സാധ്യതയുള്ളൂ. ഹൗ ദേ ആർ മെയ്ഡ്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗുകൾ ഉണ്ടാകുന്നത്? നമ്മൾ മറ്റേ സിനിമയിൽ ചോദിക്കുന്ന പോലെ എങ്ങനെയാണ് രസം ഉണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് പോലെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. 3 സാധനങ്ങളെ അതിലുള്ളൂ. ഓക്കെ, ഒന്നാമത്തത് ഒരു ഓക്സിലറി വേർബ് ആണ്. ഓക്സിലറി വേർബ് എന്താണെന്ന് ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ഒരു സെന്റൻസിൽ മെയിൻ വേർബിനോട്, നമുക്കൊരു സെന്റൻസിൽ 3 സാധനങ്ങളാണ് വേണ്ടത്, ഒരു സബ്ജക്റ്റും ഒരു വേർബും ഒരു ഒബ്ജക്റ്റും. അതിന്റെ മെയിൻ വേർബിനോട് ചേർന്ന് ആ മെയിൻ വേർബിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന വേർബുകളെയാണ്, അഡീഷണൽ വേർബുകളെയാണ് മലയാളത്തിൽ നമ്മൾ സഹായ ക്രിയ എന്നൊക്കെ പറയും. ആ സാധനത്തെയാണ് നമ്മൾ ഓക്സിലറി വേർബ് എന്ന് വിളിക്കുക. ഇവിടെ കുറെ എക്സാമ്പിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. ആൻഡ്, ഈസ്, ആർ, വാസ്, വേർ, ഹാവ്, ഹാസ്, ഇതൊക്കെ ഓക്സിലറി വേർബുകളാണ്. ചില സെന്റൻസുകളിൽ ഇത് മാത്രമായിട്ട് ഉപയോഗിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഈസ് എ പെൻ, ആ സെന്റൻസിൽ വേറൊരു വേർബിന്റെ ആവശ്യമില്ല, ആ ഈസ് എന്നുള്ള ഓക്സിലറി വേർബ് തന്നെയാണ് മെയിൻ വേർബായിട്ട് ആക്ട് ചെയ്യുന്നത്. പക്ഷെ എന്നാൽ ചില സെന്റൻസുകളിൽ മെയിൻ വേർബിന്റെ കൂടത്തിൽ ഈ ഓക്സിലറി വേർബ് യൂസ് ചെയ്യും. ആ ഓക്സിലറി വേർബ് നമുക്ക് ആവശ്യമുണ്ട്. രണ്ടാമത്തെ നമുക്ക് ആവശ്യമുള്ളത് ഒരു പ്രോനൗൺ ആണ്. പ്രോനൗൺ അറിയാലോ അല്ലെ, നൗണിന് പകരം യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പേഴ്സണൽ പ്രോനൗണുകൾ. ആൻഡ് മൂന്നാമത്തതാണ് ഏറ്റവും ഈസി, ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ചോദ്യമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ഈ 3 സാധനങ്ങളും
സന്ദർഭത്തിനനുസരിച്ച് നമ്മളിങ്ങനെ ഒരു കറി ഉണ്ടാക്കുമ്പോൾ അങ്ങനെയല്ലേ, ചേരുവകൾ ആവശ്യത്തിന് ചേർത്ത് കഴിഞ്ഞാൽ കറി ടേസ്റ്റ്ഫുൾ ആവും. ഇല്ല, ഇനി ഉപ്പ് കുറച്ച് കൂടി പോയി കഴിഞ്ഞാൽ ആ കറി ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പൊ അങ്ങനെയല്ല, ഇത് മൂന്നും സന്ദർഭത്തിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് കൃത്യമായ അളവ് ചേർത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് കിട്ടും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതവിടെ നോക്കി, ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. ഹി ഈസ് റിച്ച്. അവൻ ഭയങ്കര റിച്ച് ആണ്. ചിലരെ കുറിച്ചൊക്കെ നമുക്ക് പറയേണ്ടി വരാറുണ്ടല്ലേ, ഹി ഈസ് റിച്ച്. നമ്മളോട് പിന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് അല്ലേ, അല്ലേ ചോദിക്കാൻ വേണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന നോക്കിക്കേ. എന്താ ഞാൻ പറഞ്ഞത്, ആദ്യം നമുക്ക് ഓക്സിലറി വേർബ് എടുക്കണം. ഇവിടുത്തെ ഓക്സിലറി വേർബ് ഇതാണ്, ഈസ്. ആ ഓക്സിലറി വേർബ് നമ്മൾ എടുത്തു. ഇനി പ്രോനൗൺ വേണം. ഇവിടെ ഓൾറെഡി സെന്റൻസിൽ പ്രോപ്പർ നൗൺ അല്ല, പ്രോനൗൺ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ആ പ്രോനൗൺ നമ്മൾ എടുത്തു. ഇസന്റ് ഹി. എങ്ങനെയാണ് ഇസന്റ് വന്നത് നമുക്ക് കാണാം കേട്ടോ, അതിനെ കുറിച്ച് പറയാം. ഇസന്റ് ഹി, ഈ സാധനത്തെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് വിളിക്കുക. ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ആണെങ്കിൽ ഒരു തംസപ്പോ ഒരു ക്ലാപ്പോ ഒരു ഹാർട്ടോ എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ മതി, അറിയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ കുറച്ച് കുഞ്ഞു കുഞ്ഞു റൂൾസ് നോക്കാം. വളരെ കുറച്ച് റൂൾസേ ഉള്ളൂ, കുറച്ച് ഹാപ്പി റൂൾസ് നോക്കാം കേട്ടോ. ഒന്നാമത്തെ റൂള്, ക്വസ്റ്റ്യൻ ടാഗിലോട്ട് പോകുമ്പോഴത്തേക്കുമുള്ള ഒന്നാമത്തെ റൂളാണ്, സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയിരിക്കണം. എന്താണ് ഈ നെഗറ്റീവ് സെന്റൻസ്, എന്താണ് ഈ പോസിറ്റീവ് സെന്റൻസ്, നമുക്ക് നോക്കാം. ഒരു സാധനം ഇങ്ങനെയാണ് എന്ന് പറയുന്നതാണ് പോസിറ്റീവ് സെന്റൻസ്. ഒരു സാധനം ഇങ്ങനെ അല്ല എന്ന് പറയുന്നതാണ് നെഗറ്റീവ് സെന്റൻസ്. അവൻ ഒരു തമാശക്കാരനാണ്, പോസിറ്റീവ് ആണ്. അവനൊരു തമാശക്കാരനല്ല, നെഗറ്റീവ് ആണ്. അവൻ കരയുകയാണ്, നെഗറ്റീവ് പോസിറ്റീവ് ആണ്. അവൻ കരയുകയല്ല, നെഗറ്റീവ് ആണ്. അവൻ ചിരിക്കുകയാണ്, പോസിറ്റീവ് ആണ്. അവൻ ചിരിക്കുകയല്ല, നെഗറ്റീവ് ആണ്. പോസിറ്റീവ് എന്താ നെഗറ്റീവ് എന്താണെന്ന് ഐഡിയ കിട്ടിയില്ലോ അല്ലേ? എനിക്ക് ചിലപ്പോൾ അറിയായിരിക്കും. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അറിഞ്ഞോട്ടെ എന്ന് കരുതി ഞാൻ പറയുന്ന കേട്ടോ. അറിയാവുന്നൊരു ബോറടിച്ചു എന്ന് വിചാരിക്കല്. അതായത് ഒരു സാധനം ഇങ്ങനെയാണ് എന്ന് പറയുന്നത് പോസിറ്റീവും ഒരു കാര്യം ഇങ്ങനെയല്ല എന്ന് പറയുന്നത് നെഗറ്റീവുമാണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. രണ്ടും ഓപ്പോസിറ്റ് ആയിരിക്കണം. അതായത് ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അല്ലേ എന്ന് വേണം ചോദിക്കാൻ. ഇതിങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ ആണോ എന്ന് വേണം ചോദിക്കാൻ. ക്ലിയർ ആണോ? Am I making myself clear? Can you copy? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? സ്പീഡ് കൂടി പോകുന്നുണ്ടെങ്കിൽ പറയണേ. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നോക്കി കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ഇറ്റ് ഈസ് വെരി ഹോട്ട്. ഭയങ്കര ചൂടാണ്. സെന്റൻസ് പോസിറ്റീവ് ആണ് അല്ലെ? ഇറ്റ് ഈസ് വെരി ഹോട്ട്. സെന്റൻസ് പോസിറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണ്ട ടാഗ്, ഒരു പൊട്ടി ചിരിക്കുന്നുണ്ടല്ലോ, നമുക്ക് വേണ്ട ടാഗ് നെഗറ്റീവ് ആണ്. ഒന്നും മനസ്സിലാവാത്തോണ്ട് ചിരിച്ചതാണോ അതോ എല്ലാം മനസ്സിലായിട്ട് ചിരിച്ചതാണോ? എന്തായാലും കുഴപ്പമില്ല. ഇറ്റ് ഈസ് വെരി ഹോട്ട്. ഇത് ഭയങ്കര ചൂടാണ്. അപ്പൊ അത് പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ നമുക്ക് വേണ്ട ടാഗ് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആക്കാൻ ഭയങ്കര എളുപ്പമാണ്. എന്താണ്? അവിടുത്തെ ഓക്സിലറി വേർബിന്റെ കൂടുതൽ നോട്ട് ആഡ് ചെയ്താൽ മതി. ഈ ഇറ്റ് ഈസ് വെരി ഹോട്ട് എന്നുള്ളതിന്റെ ഓക്സിലറി വേർബ് നമുക്കറിയാം, ഇതാ ഇവിടെ കിടപ്പുണ്ട്, ഈസ്. ഈ ഇതിന്റെ കൂടുതൽ നോട്ട് ആഡ് ചെയ്യുമ്പോൾ ഈസ് നോട്ട് ആവും. പക്ഷേ നമുക്ക് അടുത്ത റൂളിൽ പഠിക്കാനുണ്ട്. നമ്മളെപ്പോഴും ഷോർട്ട് നെഗറ്റീവ്സ് ആയിരിക്കും യൂസ് ചെയ്യുക. ഇസ് നോട്ട് എന്നല്ല നമ്മൾ യൂസ് ചെയ്യുക, ഇസിന്റ്. അതിന്റെ ഷോർട്ട് ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യുക എന്ന് മാത്രം ഓർത്തിരുന്നേക്കാം. അപ്പൊ അതാ നോക്കിക്കേ, ഇറ്റ് ഈസ് വെരി ഹോട്ട്. അപ്പൊ നമ്മൾ അതിന്റെ ഷോർട്ട് നെഗറ്റീവ് എടുത്തു, ഇസിന്റ്. ആരോ മൈക്കോണാക്കി വെച്ചിട്ടുണ്ട്. അജയ് സാറ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഗ്രൂപ്പിന്റെ പുറത്ത് പോകും. അതുകൊണ്ട് ദയവായിട്ട് മൈക്ക് ഓഫ് ചെയ്യുക. വേറെ ഒന്നും കണ്ടല്ല, 450 പേര് ഇപ്പൊ ഈ ഗ്രൂപ്പിലുണ്ട്. നിങ്ങൾ ഇത്രയും പേര് മൈക്ക് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് വെറുതെ ഇരിക്കുന്ന. അപ്പൊ നോക്കിക്കേ, ഇറ്റ് ഈസ് വെരി ഹോട്ട്, isn't it? സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആണ്. താഴെ നോക്കിക്കേ, ദിസ് ഇസ് നോട്ട് ക്ലിയർ. ദിസ് ഇസ് നോട്ട് ക്ലിയർ. ഇത് ക്ലിയർ അല്ല. ചിലപ്പോൾ ക്ലാസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നാം, ഇത് അത്രയ്ക്ക് ക്ലിയർ അല്ലല്ലോ. അങ്ങനെ വരുമ്പോൾ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഇവിടെ ഈസ് നോട്ട് ആണ്, നെഗറ്റീവ് ആണ്. അപ്പൊ ടാഗ് പോസിറ്റീവ് ആക്കാൻ വേറെ പാടൊന്നുമില്ല. ആ നോട്ടം എടുത്ത് കളഞ്ഞാൽ ഇസ് ദിസ് നെഗറ്റീവ് സെന്റൻസും പോസിറ്റീവ് ടാഗും. എളുപ്പവഴി എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റിൽ നോട്ട് ഉണ്ടോ എന്ന് ആലോചിക്കുക. നോട്ട് ഉണ്ടെങ്കിൽ ഇത് നെഗറ്റീവ് ആയിരിക്കും, നോട്ട് ഇല്ലെങ്കിൽ ഇത് പോസിറ്റീവ് ആയിരിക്കും. നോർമൽ കേസുകളിൽ ചില സമയത്ത് ആ താഴെ കുറെ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ലിറ്റിൽ, ഫ്യൂ, ഹാർഡ്ലി, സ്കേസ്ലി, നെവർ, റെയർലി, സെൽഡം. ഇതൊക്കെ വരുന്ന സെന്റൻസുകളും സാധാരണഗതിയിൽ നെഗറ്റീവ് സെന്റൻസുകളായിരിക്കും. ഇതൊക്കെ എവിടെയാ വരുന്നതൊക്കെ നമ്മൾ ഡിറ്റർമിനേഷന്റെ ഒക്കെ ക്ലാസ് കൂടുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ ലിറ്റിലും ഫ്യൂ ഒക്കെ എങ്ങനെയാ വരുന്നതെന്നുള്ളത്. സാധാരണഗതിയിൽ ഇതൊക്കെ വരുന്നതും നെഗറ്റീവ് സെന്റൻസുകളായിരിക്കും എന്നിവിടെ ഓർത്ത് വെച്ചേക്കാം. എപ്പോഴും നോട്ട് തന്നെ ആവണമെന്നില്ല. റെയർ കേസുകളിൽ എന്താ ഈ വേർഡുകളും ഈ നെഗറ്റീവ് സെന്റൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചേക്കാം. അത്രയും മാത്രം ഓർത്തിരുന്നോളാം. കാര്യം ക്ലിയർ ആണ്. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം.
സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ക്ലിയർ ആണോ? ഈ തംസ് അപ്പ് മാത്രമല്ല തംസ് ഡൗണും ഇതിനകത്ത് ഉണ്ട് കേട്ടോ. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, ഇതിട്ടാലും മതി. ഓക്കെ, കൂൾ. നിങ്ങൾ ഈസി ആയിട്ട് പിക്ക് ചെയ്യുന്നുണ്ടല്ലോ, അടിപൊളി. എനിക്ക് ഇനീഷ്യലി ഒരു കുഞ്ഞ് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇത്രയും വലിയ ഗ്രൂപ്പ് ആകുമ്പോൾ ഞാൻ പറയുന്നത് കൺവിൻസ്ഡ് ആവോ ഇല്ലയോ. ഇറ്റ്സ് ഓക്കെ, ലെറ്റ്സ് ഗോ. രണ്ടാമത്തെ റൂള്, ഓക്സിലറി വേർബ് ഇല്ല. നമുക്ക് സെന്റൻസ് കിട്ടി, പക്ഷെ അതിൽ ഓക്സിലറി വേർബ് ഇല്ല. നോക്കിക്കേ, ദേ ലൈക്ക് ആപ്പിൾ, ദേ ലൈക്ക് ആപ്പിൾ. ആ സെന്റൻസിൽ ഓക്സിലറി വേർബ് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നോർമൽ വേർബിനകത്ത് ഓക്സിലറി വേർബ് ഒളിച്ചിരിപ്പുണ്ട്. ഈ നോർമൽ വേർബില് ഓക്സിലറി വേർബ് ഒളിച്ചിരിപ്പുണ്ട്. അതെവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം? അവിടെ നോക്കിക്കേ, വർക്ക് എന്ന് പറയുന്ന വേർബ് നമ്മുടെ നോർമൽ V1 ആണ് കേട്ടോ, അല്ലെ? നോർമൽ V1 ആണ് വർക്ക് എന്ന് പറയുന്നത്. അതിന്റെ ഓക്സിലറി വേർബ് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഡു ലെസ് വർക്ക് എന്ന്. അതിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ സയൻസിലൊക്കെ ഇങ്ങനെയല്ലേ പഠിക്കുന്നത്, ഇക്വേഷൻസ് ഒക്കെ സ്പ്ലിറ്റ് ചെയ്താണല്ലോ കണ്ടുപിടിക്കാം. ഡു ലെസ് വർക്ക് എന്ന് ഈ വർക്കിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഓൾറെഡി ഓക്സിലറി വേർബ് ഉണ്ട്. ഏതാണത്? ഡു ആണ്. എന്നാൽ ചില സെന്റൻസുകളിൽ നമ്മൾ അതിനെ വർക്ക്സ് എന്നായിരിക്കും യൂസ് ചെയ്യാം. അതായത് സിംഗുലർ വരുന്ന സെന്റൻസുകളിൽ നമ്മൾ അവിടെ എസ് ആഡ് ചെയ്യും. ഇതെങ്ങനെയാ? സബ്ജക്ട് വേർബ് എഗ്രിമെന്റിന്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ഈ എസ് ആഡ് ചെയ്തതെന്ന്. അഥവാ ഈ എസ് ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ആ വേർബിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ഡസ് പ്ലസ് വർക്ക് എന്നുള്ള രീതിയിലാണ്. ഡസ് പ്ലസ് വർക്ക് എന്നുള്ള രീതിയിലാണ്. അപ്പൊ ആ വേർബിന്റെ ഓക്സിലറി വേർബായിട്ട് നമുക്ക് ഡസിനെ എടുക്കാൻ പറ്റും. ഇനി V2 ആണെങ്കിലോ, വർക്ക്ഡ്, വെന്റ്, സോ എന്നിങ്ങനെയൊക്കെയുള്ള V2 ആണെങ്കിലോ അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഡിഡ് പ്ലസ് വർക്ക് എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഡിഡ് പ്ലസ് വർക്ക്. അപ്പൊ അവിടുത്തെ ഓക്സിലറി വേർബ് ആയിട്ട് നമുക്ക് ഡിഡിനെ എടുക്കാം കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ദേ ലൈക്ക് ആപ്പിൾ, ദേ ലൈക്ക് ആപ്പിൾ. അപ്പൊ ഈ ലൈക്ക് എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡു പ്ലസ്, മൗസ് വെച്ച് എഴുതുന്നതിന്റെ ഒരു ചെറിയ വൃത്തികേട് ഉണ്ടാവും, സാധനം ക്ഷമിക്കുക. ഡു പ്ലസ് ലൈക്ക് എന്ന് എഴുതാം. അപ്പൊ അതിൽ നമ്മൾ ഏതെടുത്തു? ഡു എടുത്തു. ഡു എടുത്ത് കഴിയുമ്പോൾ ഇവിടെ സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഏത് ടാഗ് വേണം? നെഗറ്റീവ് ടാഗ് വേണം. ഡുവിന്റെ ഷോർട്ട് നെഗറ്റീവ് ഡോണ്ട്. ഡോണ്ട് പ്രോനോൺ കൂടെ എടുത്തു വെച്ചു, ഡോണ്ട് ദേ. അപ്പോ സ്റ്റേറ്റ്മെന്റിൽ ഓക്സിലറി വേർബ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ക്ലിയർ ആയോ? ഡു ഓർ ഡസ് ഓർ ഡിഡ് വെച്ചിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം വേർഡിനെ. ആ വേർബിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ക്ലിയർ ആണല്ലോ അല്ലെ? ഒരിക്കൽ കൂടി പറയണമെന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഭംഗിയില്ലാത്ത ഇമോജി ഇട്ടു. കരയുന്നതോ, തംസ് ഡൗണോ, വാവോ. എല്ലാവർക്കും മനസ്സിലായോ? അതോ ഇനി ഇമോജി ഇടാൻ മനസ്സിലാവാത്തതുകൊണ്ടാണോ? ഓൾ ഗുഡ്. ഒരു പ്രാവശ്യം കൂടെ പറയൂ ടീച്ചറെ. പിന്നെന്താ, തീർച്ചയായിട്ടും പറയാലോ. പറയാം. അതായത് സെന്റൻസിൽ ഓക്സിലറി വേർബ് ഇല്ല എന്ന് വിചാരിക്കാം. ആ സെന്റൻസിൽ ഓക്സിലറി വേർബ് ആബ്സെന്റ് ആണ്. അപ്പൊ ഇവിടെ തന്നേക്കുന്ന എക്സാമ്പിൾ തന്നേക്കുന്ന സെന്റൻസ് ദേ ലൈക്ക് ആപ്പിൾ. അതിന് നോക്കുമ്പോൾ ഓക്സിലറി വേർബ് ഇല്ല. അപ്പൊ നമുക്ക് എവിടുന്ന് ഓക്സിലറി വേർബ് കിട്ടും? അതിനാണ് ഞാൻ പറഞ്ഞത്, ഒരു റെഗുലർ വേർബിനെ, അത് V1 ആയിക്കോട്ടെ, V2 ആയിക്കോട്ടെ, V1 സിംഗുലർ ആയിക്കോട്ടെ, നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. V1 ആണെങ്കിലും V2 ആണെങ്കിലും V1 സിംഗുലർ ആണെങ്കിലും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. V1 വേർബ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? വർക്ക്, ലൈക്ക്, ജംപ്, ഡാൻസ് എന്നിങ്ങനെയൊക്കെ ഉള്ള വേർബുകൾ നമുക്ക് ഡു പ്ലസ് വർക്ക്, ഡു പ്ലസ് ജംപ്, ഡു പ്ലസ് ലൈക്ക് എന്നിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇനി സിംഗുലറിന് വേണ്ടി യൂസ് ചെയ്യുന്ന വർക്ക്സ്, ജംപ്സ്, ഡാൻസസ്, സിങ്സ് എന്നിങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഡസ് പ്ലസ് വർക്ക്സ്, ഡസ് പ്ലസ് വർക്ക്, ഡസ് പ്ലസ് ഡാൻസ്, ഡസ് പ്ലസ് ജംപ് എന്നിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇനി V2 ആണ്. വർക്ക്ഡ്, ഡാൻസ്ഡ്, ജംപ്ഡ്, പ്രേഡ്, പ്ലേഡ് എന്നിങ്ങനെയൊക്കെ വരുന്ന V2 വേർബ് ആണെങ്കിൽ നമുക്ക് അതിനെ ഡിഡ് പ്ലസ് ആ വേർബ് എന്നുള്ള രീതിയിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ നിന്ന് ഡു ആണോ, ഡസ് ആണോ, ഡിഡ് ആണോ നമുക്ക് വേണ്ടതെന്ന് എടുക്കുക. അതിന്റെ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് എടുക്കാം. ക്ലിയർ? ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഈ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് പലയിടത്തും ആവശ്യമുണ്ട്, ടാഗിൽ മാത്രമല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് നെഗറ്റീവ് സെന്റൻസുകൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം, ഇൻട്രോഗേറ്റീവ് സെന്റൻസുകൾ ഉണ്ടാക്കണം. അവിടെയും നമുക്ക് ഓക്സിലറി വേർബ് ആവശ്യമുണ്ട്. ദേ ലൈക്ക് ആപ്പിൾ, അതിന്റെ ചോദ്യമായിട്ട് നമുക്ക് ആ സെന്റൻസിനെ മാറ്റണം. എങ്ങനെയായിരിക്കും നമ്മൾ ചോദിക്കുക? ഡു ദേ ലൈക്ക് ആപ്പിൾ എന്ന് വേണം ചോദിക്കാൻ. അതിന് നെഗറ്റീവ് എടുക്കണമെങ്കിലോ ദേ ഡോണ്ട് ലൈക്ക് ആപ്പിൾ എന്ന് വേണം നമ്മൾ എടുക്കാൻ. അതിനൊക്കെ നമുക്ക് ഈ ഓക്സിലറി വേർബിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് ആവശ്യമുണ്ട്. അതെങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ഓക്സിലറി വേർബ് വന്നതെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് സബ്ജക്ട് വേർബ് എഗ്രിമെന്റിന്റെ ക്ലാസ്സിലോട്ട് പോകേണ്ടി വരും. അത് നമുക്ക് മറ്റൊരു ദിവസം കാണാം. എന്നാലും
ഈ കാര്യം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. Shall we move? Cool. Okay, cool. Rule 3. സിമ്പിൾ റൂൾ ആണ്. ഷോർട്ട് നെഗറ്റീവ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ഷോർട്ട് നെഗറ്റീവ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ഇവിടെ ഓക്സിലറി വേർബ് വിൽ ആണ്. വില്ലിന്റെ നെഗറ്റീവ് വിൽ നോട്ടാണ്. പക്ഷെ വിൽ നോട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്ത് യൂസ് ചെയ്യണം? അതിന്റെ ഷോർട്ട് ഫോം യൂസ് ചെയ്യണം, വോണ്ട്. നോർമൽ ആയിട്ടുള്ളതിന്റെയൊക്കെ നമുക്ക് അറിയാം. അതായത് ഇസിന്റെ ആയിരിക്കും, ഡൂവിന്റെ ഡോണ്ട് ആയിരിക്കും, ഡിഡിന്റെ ആയിരിക്കും. പക്ഷെ ഇത് നോക്കിയ വിൽ, അത് ഇത്തിരി ഡിഫറെന്റ് ആണ്. വില്ലിന്റെ വോണ്ട് ആണ്. PDF കിട്ടും, നോട്ടൊക്കെ കിട്ടും. ഇതിന്റെ കംപ്ലീറ്റ് PDF നിങ്ങൾക്ക് അയച്ചു തരും. ആക്ടിവിറ്റീസും അയച്ചു തരും, ക്വസ്റ്റ്യൻസും അയച്ചു തരും. ഓക്കെ, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. സോ ഈ ടേബിൾ വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോ, അല്ലെങ്കിൽ പെട്ടെന്ന് വായിച്ചു വെച്ചോ. നമുക്ക് ആവശ്യമുണ്ട്. ഇന്നത്തെ നമ്മൾ ഇത് കുറച്ച് എക്സസൈസ് പാർട്ടിലോട്ട് പോകും. അപ്പൊ ഈ സാധനം നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. പെട്ടെന്ന് നോക്കാം കേട്ടോ. ഓരോ വേർബിന്റെയും ഓക്സിലറി വേർബിന്റെയും ഷോർട്ട് നെഗറ്റീവ് ഏതാന്ന് നമുക്ക് നോക്കാം. ഇഫ് ഞാൻ പറഞ്ഞു ഇസിന്റ് ആണ്. ആർ, ആവിന്റ്, ആം. ഇത് എക്സെപ്ഷനിലാണ്. ആമിന്റെ നമുക്ക് ആമിന്റെ എന്നൊക്കെ എഴുതാൻ തോന്നിയേക്കാം, തോന്നരുത്. ആം എന്നുള്ളതിന്റെ ഷോർട്ട് നെഗറ്റീവ് ആറിന്റ് തന്നെയാണ്. ആമിന്റെ എന്നൊരു വേർഡൊന്നും ഇല്ല. ഇറ്റ്സ് ആറിന്റ്. വാസ്, വാസിന്റ്, വേർ, വേറിന്റ്, ഹാസ്, ഹാസിന്റ്, ഹാവ്, ഹാവിന്റ്, had, hadn't, do, don't, does, doesn't, did, didn't, can, can't, could, couldn't, will. നോക്കിക്കേ, എക്സെപ്ഷൻ ആണ്. ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എക്സെപ്ഷൻസ് ആണ്. നമുക്ക് റൂൾ പഠിക്കാൻ എളുപ്പമാണ്, കാര്യം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പഠിച്ചു വെക്കാം. പക്ഷെ അത് കഴിയുമ്പോൾ പറയും ഇതിനകത്ത് ഇന്ന പോലെ ഒരു എക്സെപ്ഷൻ ഉണ്ട്, ഇന്ന വേർഡ് വരുമ്പോൾ മാത്രം എക്സെപ്ഷൻ ഉണ്ടെന്ന് പറയും. അതല്ലേ നിങ്ങളെ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആക്കിയിട്ടുള്ളത്. ഇതെവിടെ നോക്കിക്കേ, വില്ലിന്റെ എക്സെപ്ഷൻ ആണ്. വില്ലിന്റെ അല്ല, ഇറ്റ്സ് വോണ്ട്. വോണ്ട്. വുഡ്, വുഡിന്റ്, മേ, മെയിന്റ്, മൈറ്റ്, മൈറ്റിന്റ്, ഷാൽ. ഷാല് നോക്കിക്കേ, ഷാലിന്റെ വ്യത്യാസമുണ്ട്. ഷാൻറ്റ്. ഷുഡ്, ഷുഡിന്റ്, മസ്റ്റ്, മസ്റ്റിന്റ്, നീഡ്, നീഡിന്റ്, ഡെയർ, ഡെയറിന്റ്, യൂസ്ഡ്. യൂസ്ഡ് നോക്കിക്കേ, അത് റെഗുലർ വേർബിന്റെ V2 ഫോം ആണ്. ഓക്സിലറി വേർബ് അല്ല അത്. അതൊരു റെഗുലർ വേർബ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് V2 ആയതുകൊണ്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? യൂസ് ആയിരുന്നെങ്കിൽ നമുക്ക് ഡു പ്ലസ് യൂസ് സ്പ്ലിറ്റ് ചെയ്യാമായിരുന്നു. യൂസസ് ആയിരുന്നെങ്കിൽ ഡെഫ് പ്ലസ് യൂസ് സ്പ്ലിറ്റ് ചെയ്യാമായിരുന്നു. ഇത് യൂസ്ഡ് ആയതുകൊണ്ട് നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? ഡിഡ് പ്ലസ് യൂസ് സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ എടുക്കുന്നത് ഏതാണ്? ഡിഡിന്റ്. ക്ലിയർ ആണല്ലോ അല്ലെ? നമ്മൾ തൊട്ട് മുമ്പ് കണ്ട റൂൾ. ഔട്ട്, ഔട്ടിന്റ്. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള പോസിറ്റീവ് നെഗറ്റീവ് വേർബ് ഫോമുകൾ, ഓക്സിലറി വേർബ് ഫോമുകൾ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി ഒരു കുഞ്ഞു കാര്യം കൂടെ. ഇമ്പറേറ്റീവ് സെന്റൻസ് ആണെന്ന് വിചാരിക്കുക. അതായത് ഒരു സജഷനോ ഒരു ഇൻവിറ്റേഷനോ ഒരു റെക്കമെൻഡേഷനോ ഒക്കെ ആണെന്ന് വിചാരിക്കുക. അവിടെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ടാഗ് വിൽ യു എന്നുള്ളതായിരിക്കും. സജഷൻ ആണെങ്കിലും ഒരു ഇൻവിറ്റേഷൻ ആണെങ്കിലും ഒരു കമാൻഡ് ആണെങ്കിലും അങ്ങനെയുള്ള സെന്റൻസുകൾ നമ്മൾ ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് വിളിക്കാം. നമുക്ക് ടൈപ്പ് ഓഫ് സെന്റൻസ് പഠിക്കാനുണ്ട്, നമ്മുടെ സിലബസിലുള്ളതാണ്. അത്തരത്തിലുള്ള സെന്റൻസുകളാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് വിൽ യു എന്നുള്ളതായിരിക്കും. അവിടെ നെഗറ്റീവും നോക്കണ്ട, പോസിറ്റീവും നോക്കണ്ട, ഒന്നും നോക്കണ്ട. നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് വിൽ യു ആയിരിക്കും. ഒരു സജഷൻ ആണ്, ഒരു റെക്കമെൻഡേഷൻ ആണ്, ഒരു കമാൻഡ് ആണ്. ഇതൊക്കെയാണെങ്കിൽ ഓപ്പൺ ദ ഡോർ ഒരു കമാൻഡ് ആണല്ലേ. ഡോണ്ട് ക്ലോസ് യുവർ ബുക്സ് അതൊരു സജഷൻ ആണ്. ട്രൈ ടു വർക്ക് ഹാർഡ് അതൊരു സജഷൻ ആണ്. ഹാവ് അനദർ കപ്പ് ഓഫ് ടീ അതൊരു സജഷൻ ആണ്, അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ ആണ്. അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് ഏതാണ്? വിൽ യു എന്നുള്ള ടാഗാണ് യൂസ് ചെയ്യാം. വിൽ യു എന്നുള്ള ടാഗാണ് യൂസ് ചെയ്യാം. നെവർട്ട്ലെസ് ഇമ്പറേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, വിൽ യു എന്നുള്ളതായിരിക്കും നമ്മൾ ടാഗായിട്ട് യൂസ് ചെയ്യുക, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും. ക്ലിയർ? ഇസ് ദാറ്റ് ക്ലിയർ? നമ്മുടെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സെന്റൻസ് ഇമ്പറേറ്റീവ് സെന്റൻസ് ആണെന്ന് വിചാരിക്കാം. അതായത് ഒരു കമാൻഡ്, ഒരു സജഷൻ, ഒരു ഇൻവിറ്റേഷൻ, ഒരു റിക്വസ്റ്റ്, അങ്ങനെയുള്ള സെന്റൻസുകളൊക്കെയാണ് നമ്മൾ ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് വിളിക്കുക. ഒരു സാധനമാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് എപ്പോഴും വിൽ യു ആയിരിക്കും. അവിടെ വേറൊരു റൂളും നോക്കണ്ട, നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് വിൽ യു ആയിരിക്കും. ക്ലിയർ? ഗുഡ്. ഒരു സാധനം കൂടെ ഉണ്ട്. ഇനി ലെറ്റസ് അല്ലെങ്കിൽ ലെറ്റ് മീ വെച്ചിട്ടുള്ള ഒരു സെന്റൻസ് ആണെന്ന് വിചാരിക്കാം. ഒരു സജഷൻ ആണ് ലെറ്റസ് അല്ലെങ്കിൽ ലെറ്റ് മീ വെച്ചിട്ട്. എക്സാമ്പിൾ നോക്കിക്കേ, ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്, ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദ ട്രൂത്ത്. അങ്ങനെയുള്ളത് ലെറ്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ അവിടെ ലെറ്റ് മീ ആണെങ്കിൽ വരുന്ന ടാഗ് ഷാൽ ഐ ആയിരിക്കും.
ലെറ്റ് അസ് ആണെങ്കിൽ യൂസ് ചെയ്യുന്ന ടാഗ് ഷാൽ വി ആയിരിക്കും. മാറിപ്പോകരുത്. ലെറ്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസുകളിൽ ഷാൽ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് എപ്പോഴും. അവിടെയും നെഗറ്റീവ് ഒന്നും നോക്കണ്ട. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്, ലെറ്റ് മീ എക്സ്പ്ലെയിൻ. കണ്ടോ, ലെറ്റ് മീ ആണെങ്കിൽ ഷാൽ ഐ, ലെറ്റസ് ആണെങ്കിൽ ഷാൽ വി. ക്ലിയർ? ആരോ മൈക്ക് ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. അനാസിയ കെ, പ്ലീസ് മൈക്ക് ഒന്ന് ഓഫ് ചെയ്യണേ. ഓക്കെ, കൂൾ. ദെൻ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പ്രോനൗൺ മാത്രമേ യൂസ് ചെയ്യാവൂ. പ്രോനൗൺ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇവിടെ നോക്കി ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ്, രാജു ഈസ് വെരി ഹാപ്പി. രാജു ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഓൾറെഡി ഓക്സിലറി വേർബ് ഉണ്ട്, ഈസ് ഉണ്ട്. ആ ഈസ് നമ്മൾ എടുത്തു, ഷോർട്ട് നെഗറ്റീവ് എടുത്തു, ഈസിന്റെ എടുത്തു. ഇവിടെയുള്ളത് രാജുവാണ്. നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ തന്നെ അതാ കണ്ടോ കോമ ഇട്ടായിട്ട് ആകെ കൊടുക്കുന്നത്, പുതിയൊരു സെന്റൻസ് ആയിട്ടല്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ നമുക്ക് അവിടെ വീണ്ടും രാജു എന്ന് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന അതിന്റെ പ്രോനൗൺ ആയിരിക്കും. രാജു ആണായതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്തു? ഹി എന്നുള്ള ടാഗ് കൊടുത്തു. ഇസിന്റ് ഹി. അവിടെ നോക്കിക്കേ, ദ സ്റ്റുഡൻസ് ആർ പ്രസന്റ്. ദ സ്റ്റുഡൻസ് ആർ പ്രസന്റ്. അവിടെ ഓക്സിലറി വേർബ് ആയിട്ട് ആർ ഉണ്ട്. ആറിന്റെ ഷോർട്ട് നെഗറ്റീവ് എടുത്തു, ആറിന്റ്. ഇനി ദ സ്റ്റുഡൻസ് എന്ന് വീണ്ടും ഇവിടെ പറയേണ്ട കാര്യമില്ല, അവർ എന്ന് പറഞ്ഞാൽ മതി, ദേ. നമ്മൾ എപ്പോഴും പ്രോനൗൺ ആയിരിക്കും യൂസ് ചെയ്യുക. ക്ലിയർ ആണോ? സ്റ്റേറ്റ്മെന്റിൽ പ്രോപ്പർ നൗൺ ആണെങ്കിലും നമ്മൾ ടാഗിൽ യൂസ് ചെയ്യുന്നത് പേഴ്സണൽ പ്രോനൗൺ ആയിരിക്കും. ഇതൊന്ന് നോക്കി വെച്ചു. പ്രോനൗണിന്റെ ടേബിൾ. ഒരു ബോയ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സബ്ജക്ട് ഹി ആയിരിക്കും. ഗേൾ ആണെങ്കിൽ ഷീ ആയിരിക്കും. എവ്രി വൺ, എവ്രിബഡി എന്നൊക്കെ അർത്ഥത്തിലാണെങ്കിൽ ദേ ആയിരിക്കും. നൺ ഓഫ് us, സം ഓഫ് us എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ വി ആയിരിക്കും. നൺ ഓഫ് യു, സം ഓഫ് യു ഒക്കെ ആണെങ്കിൽ യു ആയിരിക്കും. നൺ ഓഫ് ദം ദേ ആയിരിക്കും. നോ വൺ, നോബഡി, നൺ ഒക്കെ ആണെങ്കിൽ ദേ ആയിരിക്കും. ദിസ്, ദാറ്റ് ഇതൊക്കെ ആണെങ്കിൽ ഇറ്റ് ആയിരിക്കും. ഇത്രയും പേഴ്സണൽ പ്രോനൗൺസ് ആണ് നമ്മൾ ടാഗിൽ യൂസ് ചെയ്യുക. ഓക്കെ, ഇത്രയും പേഴ്സണൽ പ്രോനൗൺസ് ആണ് നമ്മൾ ടാഗിൽ യൂസ് ചെയ്യുക. മാറിപ്പോരുതേ. മറ്റെന്തെങ്കിലും കണ്ട് ചിലപ്പോൾ പേരെഴുതാനൊക്കെ നമുക്ക് തോന്നിയേക്കാം, പേരെഴുതരുത്. ചിലപ്പോൾ നമുക്ക് തന്നേക്ക് 4 ഓപ്ഷൻസിൽ ഒരെണ്ണം പേര് വെച്ചിട്ടുള്ളതായിരിക്കാം. ബാക്കി റൂളൊക്കെ ആപ്റ്റ് ആയാലും ഓർക്ക് പ്രോനൗൺ ആപ്റ്റ് ആവണം. ഈ എക്സെപ്ഷൻസ് ഒക്കെ നമ്മൾ കണ്ടതാണ്, അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പൊ ഇനി നമ്മൾ പോകുന്നതിന്റെ പ്രാക്ടീസ് സെഷനിലോട്ടാണ്. പ്രാക്ടീസ് സെഷനിൽ പോകുമ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ മാത്രം എടുത്തിട്ട് ഒന്നുകൂടി ഡിസ്കസ് ചെയ്ത് പോകാം. അതുപോലെ അപ്പൊ നമ്മൾ പ്രാക്ടീസ് സെഷനിലോട്ട് പോകുന്നത് ഇങ്ങനെയായിരിക്കും. ഞാൻ ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ ഇടും. നിങ്ങൾ നോക്കിയിരിക്കണം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആൻസറും ചാറ്റ് ബോക്സിൽ തന്നെയാണ് ഇടുന്നത്. ഇനി ചാറ്റ് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബുക്ക് എടുത്തിട്ട് എഴുതി വെച്ചോളൂ ആൻസർ. നോ പ്രോബ്ലം, എഴുതി വെച്ചാലും മതിയുണ്ട്. നമ്മൾ കറക്റ്റ് ആൻസർ പറയുമ്പോൾ അത് ഓക്കെ ആണോ എന്ന് നോക്കിയാൽ മതി. കുഴപ്പമില്ലല്ലോ, ചെയ്തില്ലേ? ചോദ്യം ചാറ്റ് ബോക്സിൽ തന്നു നോക്കാം. ചാറ്റ് ബോക്സിൽ തന്നിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ പ്രസന്റ് ചെയ്ത് വേണം നമുക്ക് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏതാ എളുപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്, നിങ്ങൾ എഴുതണേ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ചാറ്റ് ബോക്സിലോട്ട് ദേ വരുന്നു, ശ്രദ്ധിച്ചോ. ഇംഗ്ലീഷ് വിത്ത് ബി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. യു ഹാവ് സീൻ ഹിം. അതാണ് സ്റ്റേറ്റ്മെന്റ്. അതിന്റെ ടാഗ് ആണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ചാറ്റ് ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടോ? എങ്ങനെയാ, സ്ക്രീൻ ഷെയർ ചെയ്യണോ? ഏതായിരിക്കും എളുപ്പം? സ്ക്രീൻ മതി. ഓക്കെ, സ്ക്രീൻ തരാം കേട്ടോ. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതിന്റെയാണ് എഴുതേണ്ടത്.
നിങ്ങൾ തന്നേക്കുന്ന ഉത്തരം ഓൾമോസ്റ്റ് കറക്റ്റ് ആണ്. ഒരു കുഞ്ഞു സാധനം കുറെ പേർക്ക് മിസ്സായിട്ടുണ്ട്. എന്തായിരിക്കും മനസ്സിലായോ? ക്വസ്റ്റ്യൻ മാർക്ക് കുറെ പേർക്ക് മിസ്സായി പോയിട്ടുണ്ട്, റൈറ്റ്? അതുപോലെ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഈ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും നമ്മൾ സ്മോൾ ലെറ്ററിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ആ സെന്റൻസിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് വരുന്നത്, പുതിയൊരു സെന്റൻസ് ആയിട്ടല്ല. ഇതിപ്പോ മൊബൈലിൽ ടൈപ്പ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലൈസ് ചെയ്ത് വരുന്നതെന്ന് എനിക്ക് അറിയാം. എന്നാൽ പോലും ഒന്ന് ഓർത്തിരിക്കുക, നമ്മൾ സ്മോൾ ലെറ്ററിൽ തന്നെ ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെയാ വന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. എങ്ങനെയാ വന്നതെന്ന്. ഹാവ് എടുത്തു. നമുക്ക് ഓക്സിലറി വേർബ് ഉള്ളത് കൊണ്ട് ഹാവ് എടുത്തു. ഹാവിന്റെ ഷോർട്ട് നെഗറ്റീവ് എന്തായിരുന്നു? ഹാവിന്റെ ഷോർട്ട് നെഗറ്റീവ് ആയ ഹാവിന്റെ എടുത്തു. പേഴ്സണൽ പ്രോനൗൺ എന്തുണ്ട്? യു ഉണ്ട്. യു ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് റെഡിയായി. നമ്മൾ എല്ലാവരും കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ മാർക്ക് ഞാൻ കുറച്ച് പേര് മറന്നുപോയി, നോ പ്രോബ്ലം. ബട്ട് യുവർ ആൻസേഴ്സ് ആർ കറക്റ്റ്. ഗുഡ് ജോബ്. ഇപ്പൊ കാര്യം പിടികിട്ടിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാലോ? റെഡി? ഓക്കെ, എളുപ്പത്തിന് വേണ്ടിയിട്ട് കുഞ്ഞു ടാസ്ക് തരാം. I need its answer. You haven't seen him. You haven't seen him. ഇത്തവണ സ്മോൾ ലെറ്റർ ടൈപ്പ് ചെയ്യാനും ക്വസ്റ്റ്യൻ മാർക്ക് ആഡ് ചെയ്യാനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുറെ പേര് റൈറ്റ് ആൻസർ ഇടുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കണം കേട്ടാ. മെസ്സേജ് ആയിട്ടിട്ടാൽ ഞാൻ നോക്കുന്നുണ്ട്, ഞാൻ എല്ലാ ചാറ്റും കാണുന്നുണ്ട്. ഗുഡ്, എല്ലാരും പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ടല്ലോ. സ്മോൾ ലെറ്റർ കിട്ടി, ക്വസ്റ്റ്യൻ മാർക്ക് വന്നു. That's nice. So I got it. Okay, I'll give you another task. Answer correct ആണ്. Have you question mark. Have you. Good job. Next question. I work hard. ദയവേത് മലയാളത്തിൽ ടൈപ്പ് ചെയ്യരുത്, അത് വായിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. Okay, I'm getting different answers. Okay, did I, do I, don't I? ഒരുവിധം വരാവുന്ന എല്ലാ ഉത്തരങ്ങളും വരുന്നുണ്ട്. Good. Okay, ഇതിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. താങ്ക് ഗോഡ് കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. കൺഫ്യൂഷൻ വരുന്നത് നല്ലതാണ്, കാരണം അപ്പോഴല്ലേ നമുക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ടൈപ്പ് വുഡിൻ്റെ ആരാണ്ടൊക്കെ വുഡിൻ്റെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, നമുക്ക് നോക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യാവോ? ടൈപ്പിംഗ് ഒന്ന് നിർത്തിയിട്ട് സ്ക്രീനിൽ ശ്രദ്ധിക്കാവോ? Let's have a discussion. Everybody be here, please. Okay, നമുക്ക് ഇവിടെ ഉള്ളത് റെഗുലർ വേർബ് ആണ്, ഓക്സിലറി വേർബ് ഇല്ല. ഐ വർക്ക് ഹാർഡ്, അവിടുത്തെ സബ്ജക്ട് ഐ ആണ്, വേർബ് വർക്ക് ആണ്. അപ്പൊ നമുക്കുള്ളത് വർക്ക് ആണ്. വർക്ക് എന്നുള്ള വേർബിനെയാണ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിലറി വേർബ് എടുക്കേണ്ടത്. ഇതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും നോക്കിക്കഴിഞ്ഞാൽ, ഇത് V1 പ്ലൂറൽ ആയിട്ടുള്ള വേർബ് ആണ്. V1 പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഡു പ്ലസ് വർക്ക് എന്ന് പറയുന്നതാണ് വർക്ക് എന്ന് പറയുന്നത്. അതേസമയം ഇത് വർക്ക്സ് ആയിരുന്നു എന്ന് വിചാരിക്കാം. ഡസ് പ്ലസ് വർക്ക് എന്ന് വിളിച്ചേനെ. അതേസമയം ഇത് വർക്ക് ആയിരുന്നെങ്കിൽ ഡിഡ് പ്ലസ് വർക്ക് എന്ന് വിളിച്ചേനെ. ഇവിടെ വന്നേക്കുന്ന ഏതാണ്? വർക്ക് ആണ്. വർക്ക് ആയതുകൊണ്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് ഡു പ്ലസ് വർക്കിനകത്തുനിന്നും ഡു ആണ്. ഇനി ഡു എടുത്താൽ പോരാ, ഇവിടെ സെന്റൻസ് പോസിറ്റീവാണ്. കാരണം ഈ ഐ വർക്ക് ഹാർഡ് എന്നുള്ളത് നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? ഐ വർക്ക് ഹാർഡ് എന്നുള്ളത് നമുക്ക് മാറ്റി എഴുതാം. ഐ ഡു വർക്ക് ഹാർഡ് എന്ന് മാറ്റി എഴുതാം. ഐ ഡു വർക്ക് ഹാർഡ് എന്ന്. അപ്പൊ അവിടെ ഡു വന്നു. ഈ ഡുവിനെ നമ്മൾ എടുത്താൽ പോരാ, അതിന്റെ എന്ത് വേണം? നെഗറ്റീവ്. ഡുവിന്റെ നെഗറ്റീവ് എന്താണ്? ഷോർട്ട് നെഗറ്റീവ് ഡോണ്ട്.
Don't pronoun ആയ I. Don't I. This is the right answer. ഇതാണ് ശരി ഉത്തരം. എങ്ങനെയാ വന്നെന്ന് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? All good? All clear? Ready to go? Okay, cool. ഞാൻ ഇട്ടതോക്ക് ഞാൻ പറഞ്ഞ ക്ലാസ് അതാണ് ഞാൻ പറഞ്ഞില്ലേ ക്ലാസ് ഉണ്ടെന്ന്. അപ്പൊ ക്ലാസ് കൂടാൻ സമ്മതിക്കണ്ടേ? എന്താ അല്ലേ നമ്മൾ ഈ 1 മണിക്കൂർ ക്ലാസ് കൂടാൻ ആരും സമ്മതിക്കണം. അതൊരു അവസ്ഥയാണ്. I don't work hard. മൈക്ക് ഓൺ ചെയ്ത് വെച്ച് ക്ലാസ് കൂടുന്ന ടീച്ചർ ദയവായി മൈക്കൊന്ന് ഓഫാക്കിയാൽ വീട്ടിലെ ബഹളങ്ങൾ ഞങ്ങൾ കേൾക്കായിരിക്കും. Okay, I'm getting a flood of answers. അതിന്റെ ഒരു സ്പേസ് ഇടാൻ മറന്നു പോകുന്നുണ്ട്. 2 വേർഡാണ്, അപ്പൊ സ്പേസ് ഒക്കെ നിർബന്ധമായിട്ടും വേണം. ഡു ഐനെ ഡോയ് എന്നൊക്കെ ഇട്ടേക്കുന്നത്. അത് എന്നെ വിളിച്ചതാണോ? ഐ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം കേട്ടോ. അത് ഫസ്റ്റ് പേഴ്സൺ ആണ്. ഐ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ കൊടുക്കണേ, സ്മോൾ ലെറ്റർ കൊടുക്കരുത്. ഞാൻ സ്മോൾ ലെറ്റർ വേണമെന്ന് പറഞ്ഞ ഒരു സെന്റൻസ് കേസ് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്വയം ഒരു ബഹുമാനമൊക്കെ ഉള്ളത് നല്ലതല്ലേ? ശ്രീലേഖ ടീച്ചറെ ദയവായിട്ട് മൈക്കൊന്ന് ഓഫാക്കൂ. ഓക്കെ, ഗുഡ്. സോ ദ ആൻസർ ഇസ് കറക്റ്റ്. ഡു ഐ. ഇവിടെ ഡോണ്ട് ഉണ്ട്. ഡോണ്ടിന്റെ ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എന്ത് വേണം? പോസിറ്റീവ് വേണം. ഓപ്പോസിറ്റ് വേണം, പോസിറ്റീവ് വേണം. ഡോണ്ടിന്റെ പോസിറ്റീവ് ഡു ആണ്. ഡോണ്ട് ഐ. ഓൾ ഗുഡ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ അല്ലേ? മനസ്സിലായില്ലേ? ഇങ്ങനെയാണത്. Yeah, the statement is here. He works hard. He works hard. ചോദ്യം കാണുമ്പോ തന്നെ ചിലർക്ക് മൈക്ക് ഓൺ ആക്കാൻ തോന്നുന്നുണ്ട്. എന്താ അറിഞ്ഞൂടാ. അത് ചാറ്റ് ബോക്സിന് പകരം മൈക്കിന്റെ സ്വിച്ചിലോട്ട് പോകുന്നെന്ന് തോന്നുന്നു. Okay, I hope everybody is getting the right answer. So you are in track. This is nice. Okay, വർക്ക്സ് എന്നുള്ളതിനെ എല്ലാവരും കറക്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഡെസ് പ്ലസ് വർക്ക്. ഡെസ് പ്ലസ് വർക്ക് ആണ് വർക്ക്സ്. ഗുഡ് ജോബ്. അതിന്റെ നെഗറ്റീവ് എടുത്തു ഡെസ് നോട്ട്. അതിന്റെ ഷോർട്ട് നെഗറ്റീവ് ഡെസെന്റ്. പ്ലസ് പ്രോനൗൺ ഡെസെന്റ് ഹി. കറക്റ്റ്. ഗുഡ് ജോബ്. നിങ്ങൾ പെട്ടെന്ന് പിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് നിങ്ങൾ ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാണ്, പാടാണ്, മനസ്സിലാക്കാൻ പറ്റില്ല, പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഈസി ആയിട്ട് കാര്യം പറഞ്ഞിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ തന്നെ പരീക്ഷയ്ക്കും ചോദ്യം വരുന്നത്. നമ്മളിത് ബുദ്ധിമുട്ടാണ് കരുതി കഠിനമായിട്ട് ആലോചിക്കും, അല്ലെങ്കിൽ ആലോചിക്കാനേ പോവില്ല. സിമ്പിൾ ആയിട്ട് ആലോചിച്ച് ഉത്തരം കിട്ടിയാൽ. He worked hard. He worked hard. Okay, good. Didn't he? എങ്ങനെയാ വന്നതെന്ന് പറയണ്ടല്ലോ അല്ലെ? Did plus work is equal to worked. നമ്മൾ സയൻസ് പഠിക്കുന്ന പോലെ ഇപ്പൊ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെറിവേഷൻ ഒക്കെ ഉണ്ട്. വർക്കിനെ നമ്മൾ ഡെറൈവ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുന്നു. എന്താണ്? ഡിഡ് പ്ലസ് വർക്ക്. അതിൽ നിന്ന് നമ്മൾ ഡിഡ് എടുക്കുന്നു. ആ ഡിഡിന്റെ നെഗറ്റീവ് എടുക്കുന്നു. ഡിഡ്. ഗുഡ് ജോബ്. ഗുഡ് ജോബ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ നോക്കാം. We shall go. We shall go. ഓക്സിലറി വേർബ് ഉണ്ട്. അതിന്റെ നെഗറ്റീവ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്.
Sand you. Okay, I'm getting a few wrong answers and rest of the answers are right. Capital letter കാര്യം കുറച്ചുകൂടി മറന്നുപോയി. It's okay, no problem. So the right answer is shan't we. നമ്മൾ കണ്ടായിരുന്നു, നമ്മളെ ഷോർട്ട് നെഗറ്റീവ്സിന്റെ ടേബിളിൽ കണ്ടായിരുന്നു. ഷാൽ എന്നുള്ളതിന്റെ ഷോർട്ട് നെഗറ്റീവ് ഷാൽ നോട്ട് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ഷാലിന്റെ അല്ല ഷാൻഡ് ആണ്. വില്ലിന്റെ വോണ്ടാന്ന് കണ്ടതുപോലെ തന്നെ ഷാലിന്റെ ഷാൻഡ് ആണ്. സോ ഷാലിന്റെ ഷോർട്ട് നെഗറ്റീവ് ഷാൻഡ് പ്ലസ് വി, ഷാൻഡ് വി. ദാറ്റ്സ് എ റൈറ്റ് ആൻസർ. തെറ്റിപ്പോയവർക്ക് മനസ്സിലായല്ലോ അല്ലെ എന്താ തെറ്റിപ്പോയെന്ന്? ഇല്ലേ? ആയെന്നോ ഇല്ലെന്നോ? Can I get some thumbs ups or something? തെറ്റിപ്പോയവർ മാത്രം റിയാക്ഷൻ ഇട്ടാൽ മതി, മനസ്സിലായെങ്കിൽ മാത്രം. All good? Okay then, we look at some tough questions. You cannot come. You cannot come. ടഫാക്കാൻ പോയപ്പോ അത് ഭയങ്കര ഈസി ആയി പോയോ? ആക്ച്വലി പ്രാക്ടീസ് സെഷൻ സമയം കൂടുതൽ എടുക്കുന്ന ആരും വിചാരിക്കേണ്ട, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാത്ത ക്വസ്റ്റൻസിലാണ് നമ്മൾ റൂള് പിന്നെയും ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇതാണ് നമുക്ക് വേണ്ടത്. മാക്സിമം ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റണം, അങ്ങനെ നമുക്ക് കേട്ടിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. Your answers are correct. Can you? Can you? Your answers are correct. Can you? Cannot എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് can ആണ്. Can plus you, can you? Plus question mark. That's correct. Next question. Let's go home. Let's go home. ഇതിന് നമ്മളൊരു എക്സെപ്ഷൻ പഠിച്ചതാണ്. ലെറ്റ് മീ വരുന്നിടത്ത് ലെറ്റസ് വരുന്നിടത്ത് എന്താ ചേർക്കാന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. Oh my god, all I'm making it right. അടിപൊളി. Shall we? That's correct. This is correct. Shall we? അപ്പൊ എല്ലാവരും എക്സെപ്ഷൻ ഒക്കെ ഓർക്കുന്നുണ്ട്. ലെറ്റേഴ്സ് ആണെങ്കിൽ ഷാൽ വി, ലെറ്റ് മീ ആണെങ്കിൽ ഷാൽ ഐ. ഗുഡ് ജോബ്. Good job. I'm late. I'm late. What can be the possible answer? I'm late. Good job. Am എന്നുള്ളതിന്റെ ഷോർട്ട് നെഗറ്റീവ്, am not എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം. It's aren't, aren't, aren't. That's correct. Aren't I, aren't I. Good job. ഞാൻ കരുതി ഇതിൽ ഏതെങ്കിലും ഒക്കെ ക്വസ്റ്റ്യൻസ് കുറെ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുമായിരുന്നു, പക്ഷേ യു പീപ്പിൾ ആർ റിയലി ക്വിക്ക്. ഞാൻ ചോദിക്കട്ടെ, കുറച്ചുപേര് സ്പീഡിൽ ചെയ്യുന്നതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നതാണോ? I hope everybody is catching up with me. കുഴപ്പമില്ലല്ലോ അല്ലേ? നിങ്ങൾ ടൈപ്പ് ചെയ്യാത്തവർ ബുക്കിൽ എഴുതുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. Next question. We were babies. We were babies.
All good. Weren't we? Good, good, good. Weren't we? Good job. സോ നമുക്ക് ഒന്നുകൂടി ഇന്ന് പെട്ടെന്ന് റീക്യാപ്പ് ചെയ്തിട്ട് വരാം. എന്താണ് നമ്മൾ ഇന്ന് കണ്ടതെന്നുള്ളത് കേട്ടോ. പെട്ടെന്ന് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ക്വിക്ക് റീക്യാപ്പ്. സോ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ചായിരുന്നു. ഒരു സ്റ്റേറ്റ്മെന്റിന്റെ എൻഡിൽ ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്നുകൂടി ഷുവർ ആക്കാൻ വേണ്ടിയിട്ട്, ഒന്നുകൂടി എഗ്രിമെന്റ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് ആയിരുന്നു ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അതിൽ 3 പാർട്സ് ഉണ്ട്. ഓക്സിലറി വേർബ്, പേഴ്സണൽ പ്രോനൗൺ, ക്വസ്റ്റ്യൻ മാർക്ക്. നോക്കിക്കേ, ഇതിൽ ഓക്സിലറി വേർബ് എല്ലാം ഞാൻ സ്മോൾ ലെറ്ററിൽ എഴുതിയേക്കുന്നത്, വിച്ച് മീൻസ് യു ഹാവ് ടു സ്റ്റാർട്ട് ദാറ്റ് ഇൻ സ്മോൾ ലെറ്റർ ആസ് വെൽ. സ്മോൾ ലെറ്ററിൽ തന്നെ എഴുതണം, ക്യാപിറ്റൽ ലെറ്ററിലോട്ട് പോകരുത്. ഇപ്പൊ നമുക്ക് 2 ഓപ്ഷൻ വന്നേക്കുന്നു. ഒന്ന് ക്യാപിറ്റൽ ലെറ്ററിലും ഒന്ന് സ്മോൾ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നതെങ്കിൽ ബാക്കിയെല്ലാം സെയിം ആണെങ്കിലും ദ സ്മോൾ ലെറ്റർ വൺ വിൽ ബി ദ റൈറ്റ് ആൻസർ. ഹാവ് മെയിൻ വേർബ് ആയിട്ട് വരുന്നാലും കുഴപ്പമില്ല, ഹാവിന്റെ തന്നെ വരാം. ഓക്കെ, ഇതാ പേഴ്സണൽ പ്രോനൗൺ അതേ യൂസ് ചെയ്യാവുള്ളൂ, പ്രോപ്പർ നൗൺ യൂസ് ചെയ്യരുത്. ഐ, വി, യു, ഹി, ഷീ, ദേ പ്രോനൗണെ യൂസ് ചെയ്യാവുള്ളൂ. ആൻഡ് ദെൻ ക്വസ്റ്റ്യൻ മാർക്ക് നിർബന്ധമാണ്. ഈ 3 സാധനങ്ങൾ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് ആവുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. നമ്മൾ കണ്ട റൂൾസ് എന്തൊക്കെയായിരുന്നു? സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം, സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഇക്കാര്യത്തിന് യാതൊരു മാറ്റം വരാൻ പാടില്ല, എക്സെപ്റ്റ് ദോസ് എക്സെപ്ഷൻസ്. ആ എക്സെപ്ഷൻസിനെ ഓർത്തിരുന്നോളണം. അതല്ലാതെ ബാക്കി എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം, സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, എക്സാമ്പിളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിലൂടെ നമ്മൾ അങ്ങനെ മുമ്പോട്ട് പോകും. അവിടെ നെഗറ്റീവ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിച്ചു നോക്കാം ആ സെന്റൻസിനോട്, ഇതൊരു കാര്യം ആണെന്നാണോ പറയുന്നത് അതോ ഒരു കാര്യം അല്ലെന്നാണോ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഈസ് വെരി ഹോട്ട്. നമുക്ക് മീനിങ് ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ മോശം കാര്യമാണ്. പക്ഷെ സ്റ്റേറ്റ്മെന്റിന്റെ സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോഴത്തേക്കും അത് പോസിറ്റീവ് സെന്റൻസ് ആണ്. ആ രീതിയിൽ ഒന്ന് ആലോചിച്ച് വെച്ചോളണം. ഇതിങ്ങനെയാണ്, ഇത് ഭയങ്കര ചൂടാണ്, അത് പോസിറ്റീവ് ആണ്. ഇത് ഭയങ്കര ചൂടല്ല, ഇത് നെഗറ്റീവ് ആണ്. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം, ജസ്റ്റ് ഓപ്പോസിറ്റ്. ഓക്സിലറി വേർബ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ കണ്ടു. അതിന് 3 താക്കോലുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഡു ഉണ്ട്, ഡെസ് ഉണ്ട്, ഡിഡ് ഉണ്ട്. അത് എവിടെയൊക്കെ യൂസ് ചെയ്യണം നിങ്ങൾക്ക് ഇപ്പൊ പ്രാക്ടീസ് ചെയ്തപ്പോൾ എല്ലാവരും റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എവിടെയൊക്കെ യൂസ് ചെയ്യണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. V1 ആണ് പ്ലൂറൽ ആണെങ്കിൽ ഡു യൂസ് ചെയ്യുക, V1 ആണ് സിംഗുലർ ആണെങ്കിൽ ഡെസ് യൂസ് ചെയ്യുക, V2 ആണെങ്കിൽ ഡിഡ് യൂസ് ചെയ്യുക. ആ കാര്യങ്ങൾ മറന്നു പോകരുത്. ആൻഡ് ദെൻ റൂൾ 3, ഷോർട്ട് ഫോമേ യൂസ് ചെയ്യാവുള്ളൂ. വിൽ എന്നുള്ളതാണ് ഇപ്പൊ ഓക്സിലറി വേർബ് എങ്കിൽ വിൽ നോട്ട് എന്ന് എഴുതിയേക്കല്ല്, അതിന്റെ ഷോർട്ട് ഫോം വോണ്ട്. ഷാൽ ആണെങ്കിൽ ഷാൻഡ്, ഈസ് ആണെങ്കിൽ ഈസ് നോട്ട് അല്ല ഇസിൻഡ് എന്നിങ്ങനെ ഷോർട്ട് നെഗറ്റീവ് ഫോംസ്, നെഗറ്റീവ് ആണ് ടാഗിൽ യൂസ് ചെയ്യേണ്ടതെങ്കിൽ ഷോർട്ട് ഫോംസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ടേബിൾ ഓഫ് നെഗറ്റീവ്സ് നമ്മൾ കണ്ടു. ഇതിന്റെ PDF നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഇത് പഠിച്ചു വെച്ചേക്കുക. ഇത്രയും വേർഡ്സ് പഠിച്ചാൽ മതി, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഇതിൽ എക്സെപ്ഷൻസ് മാത്രം ഓർത്തിരുന്നാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് കിട്ടും. എക്സെപ്ഷൻസ് ഏതാ? ആമിന്റേത് ആറിന്റെ ആണ്, ദെൻ വില്ലിന്റേത് വോണ്ട് ആണ്, ഷാലിന്റേത് ഷാൻഡ് ആണ്. അതൊക്കെ ഒന്ന് ഓർത്തിരുന്നോളാം. പിന്നെ പേഴ്സണൽ പ്രോനൗൺ യൂസ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ഇമ്പറേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ വിൽ യു യൂസ് ചെയ്തോളണം. നമ്മൾ ഇന്ന് എക്സാമ്പിൾ ചെയ്തപ്പോൾ എല്ലാവരും റെഡിയാക്കി. ഇമ്പറേറ്റീവ് സെന്റൻസ്, ഒരു സജഷൻ, ഒരു കമാൻഡ്, ഒരു ഇൻവിറ്റേഷൻ, ഒരു റിക്വസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ടാഗ് എപ്പോഴും വിൽ യു എന്നുള്ളതായിരിക്കണം. ദെൻ ലെറ്റസും ലെറ്റ് മീയും ആണെങ്കിൽ ഷാൽ ഐ അല്ലെങ്കിൽ ഷാൽ വി ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ പ്രോനൗൺ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ, പ്രോപ്പർ നൗൺ യൂസ് ചെയ്യരുത്. പ്രോനൗണിന്റെ ടേബിൾ നമ്മൾ കണ്ടതാണ്. ഇത്രയും പ്രോനൗണുകളെ യൂസ് ചെയ്യാവുള്ളൂ. ഇവയൊക്കെ തന്നെയാണ് നമ്മുടെ ടാഗിന് ഉപയോഗിക്കേണ്ട സാധനം. ഈ എക്സെപ്ഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. എന്ത് തോന്നുന്നു? ടോപ്പിക് ഈസി ആണോ? ചെയ്യാൻ പറ്റുന്നതാണോ? ഇതിൽ നിന്ന് വരുന്ന ചോദ്യത്തിന് മാർക്ക് മേടിക്കൂ? Can I get some thumbs ups? പറഞ്ഞത് മനസ്സിലായെങ്കിൽ. ഇതുപോലെ സിമ്പിൾ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് ഈസി ആയിട്ട് കോൺകർ ചെയ്യാൻ പറ്റില്ലേ? ഇത്രയൊക്കെ ഉള്ളൂ. ശരിക്കും നമ്മൾ കൂടേണ്ട ക്ലാസ്സുകൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ടെൻസിന്റെ ഒരു ക്ലാസ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ടെൻസ് ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ കുറേ ടോപ്പിക്കുകൾ നമുക്ക് സിമ്പിൾ ആവും. നമ്മുടെ വിദ്യാഭ്യാസത്തിലെ 1 hour ടെൻസ് ക്ലാസ് ഭയങ്കര പോപ്പുലറാണ്. 1 മണിക്കൂർ കൊണ്ട് നമ്മൾ 12 ടെൻസിന്റെ സ്റ്റേറ്റ്മെന്റ് പഠിപ്പിച്ചു കൊടുക്കും.
കാരണം ഈ ടെൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭയങ്കര ടഫായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന കുറെ ടോപ്പിക്കുകൾ ഉണ്ടല്ലോ. ഏതൊക്കെയാ? നമ്മുടെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആവും ടെൻസ് നമുക്ക് ക്ലിയർ ആയി കഴിഞ്ഞാൽ. 12 ടെൻസും അതിന്റെ സ്ട്രക്ചറും ക്ലിയർ ആയി കഴിഞ്ഞാൽ ബാക്കി ടോപ്പിക്കുകൾ കുറെ ടോപ്പിക്കുകൾ നമുക്ക് സിമ്പിൾ ആവും. അതുപോലെയാണ് സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് ക്ലിയർ ആയി കഴിഞ്ഞാലും വേറെ കുറെ ടോപ്പിക്കുകൾ ക്ലിയർ ആവും. അങ്ങനെ നമുക്കൊരു മൂലയിൽ ഇത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ബാക്കിയുള്ള സബ്ജക്ട് പോലെ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിക്കാൻ പറ്റുന്നതല്ല, ലാംഗ്വേജ് ആണ്. അപ്പൊ അതിന്റെ ബേസിക് പില്ലേഴ്സിൽ തന്നെ കയറി വരണം. ഇപ്പൊ ഞാൻ ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോയപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഡൗട്ട് വന്നിട്ടുണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, ഓക്സിലറി വേർബ് എന്താണ്, പ്രൊനൗൺ എന്താണ്, ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബേസ് സ്ട്രോങ് അല്ല എന്നുള്ളതാണ്. ബേസിൽ എവിടെയൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ആ ബേസ് ആണ് നമ്മൾ ആദ്യം ബിൽഡ് ചെയ്യേണ്ടത്. ടെൻസും പാർട്സ് ഓഫ് സ്പീച്ചും സബ്ജക്ട് വേർബ് എഗ്രിമെന്റും. ടെൻസ് ആക്ച്വലി പാടല്ല, ടെൻസ് ഭയങ്കര സിമ്പിളാണ്. ടെൻസ് ഒന്ന് മനസ്സ് വെച്ച് ഒരു 1 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ ടെൻസ് ഭയങ്കര സിമ്പിളാണ്. അത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും. 12 സെന്റൻസ് പഠിച്ചു കഴിഞ്ഞാൽ ടെൻസ് റെഡിയാവും. 12 സെന്റൻസ് മാത്രം. അതിന് എങ്ങനെ നമുക്ക് ടെൻസിന്റെ ഓരോന്നിനെ സ്ട്രക്ചർ ഡിറൈവ് ചെയ്യാന്നൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. താല്പര്യമുള്ളവർ കണ്ടിന്യൂ ചെയ്യാം. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ, ഈ ബേസിക് പില്ലേഴ്സ് റെഡി ആയി കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡിയാണ്. അതാണ് എപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. വേറെ ഒരിക്കലും തോന്നുന്നുണ്ട് എന്തൊക്കെയാണ് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്? ഇപ്പൊ ഒരു ടോപ്പിക്ക് കഴിഞ്ഞല്ലോ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്? സാധാരണ ടെൻസ് ബുദ്ധിമുട്ടാണ്, ശരി, സമ്മതിച്ചു. പിന്നെ വേറെ എന്തെങ്കിലും? പ്രിപ്പോസിഷൻസ് ബുദ്ധിമുട്ടാണ്. പ്രിപ്പോസിഷൻ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒരു 90% പ്രിപ്പോസിഷൻസും നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ഞാൻ പറഞ്ഞല്ലോ, ടെൻസ് റെഡി ആയി കഴിഞ്ഞാൽ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് സിമ്പിൾ ആണ്. വോവൽസ്, എന്തോ ഫ്രേസൽ വേർബ്സ്. ഫ്രേസൽ വേർബ്സിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ വൊക്കാബുലറി പഠിക്കുന്ന പോലെ തന്നെയാണ്. ഒരുപാട് വേർഡുകൾ ഉണ്ട്. ഇതിൽ റെഗുലർ ആയിട്ട് ചോദിച്ചു വരുന്ന കുറെ നമുക്ക് തരാമെന്നല്ലാതെ ഫ്രേസൽ വേർബ്സ് ഒരു ദിവസം പഠിക്കാൻ പറ്റിയ സാധനമല്ല. അത് നമ്മൾ വാക്കുകളുടെ അർത്ഥം പഠിക്കുന്ന പോലെ തന്നെ പഠിച്ചു വരേണ്ട ഒരു സാധനമാണ്. റെഗുലർ യൂസേജിൽ വരുന്നതാണ്. പക്ഷേ സാധാരണഗതിയിൽ ചോദിച്ചു വന്നേക്കുന്ന ഒരു വലിയ ബാങ്ക് തന്നെ നമ്മുടെ കയ്യിലുണ്ട്. അതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. റിപ്പോർട്ടഡ് സ്പീച്ചും വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല, നമുക്ക് പഠിക്കാൻ പറ്റും. സെന്റൻസ് കറക്റ്റ് ആയിട്ട് എഴുതുന്നത് എങ്ങനെയാ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ എറർ നമുക്ക് മനസ്സിലാവും. കറക്റ്റ് ആയിട്ട് സെന്റൻസ് എങ്ങനെ എഴുതുന്നത് എന്ന ടൈപ്സ് ഓഫ് സെന്റൻസിലും സബ്ജക്ട് വേർബ് എഗ്രിമെന്റിലും നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മുടെ സിലബസിലുള്ള ടോപ്പിക്കുകൾ തന്നെ, ഇതിലൂടെ നമുക്ക് അതിലോട്ട് എത്താൻ പറ്റും. പിന്നെ വേറെ ഏതാ? റിപ്പോർട്ടഡ് സ്പീച്ച് ഞാൻ പറഞ്ഞു. റിപ്പോർട്ടഡ് സ്പീച്ച് ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന സാധനമേ ഉള്ളൂ. വൗവൽസ് എന്തുകൊണ്ട് ടഫ് ആയെന്ന് എനിക്ക് അറിയത്തില്ല. വൗവൽസ് ആയിരിക്കില്ല, ഫെനറ്റിക്സ് ആയിരിക്കും ടഫ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. വൗവൽസ് വളരെ സിമ്പിൾ അല്ലേ. ഫെനറ്റിക്സിലോട്ട് വരുമ്പോൾ പിന്നെ ഈ ആമും ആനും ആർട്ടിക്കിൾ ഒക്കെ യൂസ് ചെയ്യുന്നിടത്തെ വൗവൽസിന്റെ പ്രശ്നം വരാൻ സാധ്യതയുള്ളൂ. അതൊക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തെടുക്കാവുന്ന ടോപ്പിക്കുകളാണ്. വോയിസ് ചേഞ്ച്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, റൈറ്റ്? ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ഒന്നുമില്ല. ഞാൻ ചായ കുടിച്ചു, ചായ എന്നാൽ കുടിക്കപ്പെട്ടു. അവിടെ ആ സബ്ജക്റ്റും ഒബ്ജക്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നേ ഉള്ളൂ. അതിന് കുറച്ച് ട്രിക്കും ടിപ്പുകളൊക്കെ ഉണ്ട്. അത് ഓരോ ടെൻസിലും വരുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് ഈസി ആയിട്ട് ഈ പറഞ്ഞ പോലെ ടെൻസ് 12 സെന്റൻസ് പഠിക്കുമ്പോൾ ടെൻസ് പഠിക്കാമെങ്കിൽ ഏതാണ്ട് 8 സെന്റൻസ് പഠിക്കുമ്പോൾ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് പഠിക്കാൻ പറ്റും. വെറും 8 സെന്റൻസ്. അങ്ങനെ 12, 8, 20 സെന്റൻസ് പഠിച്ചു കഴിഞ്ഞാൽ ടെൻസും ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസും കൂളായിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ക്ലാസ്സിന്റെ ഫീഡ്ബാക്ക് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അജിത് സാറിനെ അറിയിക്കുക. ആൻഡ് അപ്പൊ അടുത്ത ക്ലാസ് നമുക്ക് ഇനി എന്നാ കിട്ടുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നെക്സ്റ്റ് ക്ലാസ്സിൽ ടെൻസ് നമുക്ക് ട്രൈ ചെയ്യാം, നോ പ്രോബ്ലം. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു വർക്ക്. ഏതായാലും ക്വസ്റ്റ്യൻ ടാഗ് മനസ്സിലായില്ല. ഇതുപോലെ തന്നെ ബാക്കി ടോപ്പിക്കുകളും ഒരു 90% ടോപ്പിക്കുകൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതും മാർക്ക് മേടിക്കാവുന്നതുമാണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ടാഗിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിബഡി ഗോട്ട് എനി ഡൗട്ട്സ്? ചില സെന്റൻസുകള് നമ്മള് ലിറ്റിൽ ഫ്യൂ ഒക്കെ വെച്ച് വരുമ്പോ അത് നെഗറ്റീവ് ആവില്ലേ? അങ്ങനെ അതും കൂടി ഒന്ന് പറയണായിരുന്നു. എക്സാമ്പിൾ തരാം, ഞാൻ നിങ്ങൾക്ക് നോട്ട് തരുന്ന കൂടുതൽ അതിന്റെ എക്സാമ്പിളുകൾ ഇട്ടേക്കാം. ലിറ്റിലും ഫ്യൂ ഒക്കെ വെച്ച് വരുമ്പോൾ നെഗറ്റീവ് വരുന്നതിന്റെ എക്സാമ്പിൾ ഇട്ടേക്കാം. ഓക്കെ, സോ ഇഫ് ദർ ഇസ് നോ മോർ ക്വസ്റ്റ്യൻസ്, ഞാൻ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള 5 മിനിറ്റ് ആണ് അവസാനം ബാക്കി വെച്ചത്. ഇഫ് എനിബഡി ഗോട്ട് എനി കൺഫ്യൂഷൻസ് ഇൻ ക്വസ്റ്റ്യൻ ടാഗ്, പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക്. നോ, രണ്ട് രീതിയിൽ നമുക്ക് ഡൗട്ട് ഇല്ലാതെ വരാം. ഒന്നെങ്കിൽ എല്ലാം മനസ്സിലായാൽ ഡൗട്ട് ഇല്ലാതെ വരാം, അല്ലെങ്കിൽ ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഡൗട്ട് ഇല്ലാതെ വരാം. Okay, fine. If there is nothing more, let's wind up. വെറുതെ സമയം കളയണ്ടല്ലോ.
I hope we'll meet again soon with yet another topic. Another topic ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ പറ്റുമായിരിക്കും. Let's hope so. അപ്പൊ എല്ലാം അടിപൊളിയാവട്ടെ. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ നടക്കട്ടെ. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക. ChatGPT-ലൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് കിട്ടും. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ആൻഡ് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സുകളിലോട്ട് വന്നു കഴിയുമ്പോൾ തീർക്കാൻ പറ്റും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഒക്കെ കിട്ടും. നമ്മുടെ റെഗുലർ ക്ലാസ്സിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഒക്കെ കിട്ടും. അതിലൂടെ നമുക്ക് കുറെ കൺഫ്യൂഷൻസ് തീർത്തു പോകാൻ പറ്റും. സോ ഡു വെൽ. എല്ലാവരും കേട്ടിട്ട് ക്രാക്ക് ചെയ്യട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഐ ഹോപ്പ് അജയ് സാർ ഹാസ് ജോയിൻഡ്. അജയ് സാറേ നമുക്ക് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചിട്ട് ആർക്കെങ്കിലും ഒരു അഭിപ്രായം പറയാനുള്ള ഒരു അവസരം കൊടുക്കണ്ടേ? കാരണം ഒരു നേരം ഇരുന്നിട്ട് അവർക്ക് ബോറടിച്ചോ, അവർക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായോ എന്ന് അവർ തന്നെ പറയണ്ടേ? എന്നാലേ കാര്യമുള്ളൂ. പിന്നല്ലേ. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും 1-2 പേർക്ക് മേക്കോണാക്കി പറയാം. ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് പിടിക്കാം. ചാറ്റ് ബോക്സിൽ കുറെ പേര് പറയുന്നുണ്ട്. ഐ ഡോണ്ട് നോ എല്ലാവരുടെയും വീട്ടിലെ സിറ്റുവേഷൻസ് എങ്ങനെയായിരിക്കും അറിയത്തില്ലല്ലോ മൈക്ക് ഓൺ ആക്കാനൊക്കെ. നല്ലൊരു ക്ലാസ് ആണ് കിട്ടിയെങ്കിൽ അവർ മൈക്കോണാക്കി പറയും സാർ. മോശമാണെങ്കിൽ സാറേ ക്ലാസ് വളരെ നല്ലതായിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. ക്ലാസ് ക്ലാസ് വളരെ നന്നായിരുന്നു. സിമ്പിൾ ആയിട്ട് വളരെ എല്ലാം സിമ്പിൾ ആയിട്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ കൺവേ ചെയ്തു. മനസ്സിലായി. ഇനി ഇതൊന്ന് പഠിച്ചെടുത്താൽ മതി. Madam's pronunciation was very nice, and always you make us. എല്ലാ സാറാണ് ക്ലാസ് എടുത്തത്. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നറിയുന്നത് നമുക്ക് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഉപകാരപ്രദമുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ക്ലാസ് കൂടി കിട്ടിയായിരുന്നത് വളരെ സന്തോഷം. സാർ ഏതായാലും ഇവര് നല്ല അടിപൊളി ബാച്ച് ആയിട്ടോ. കാരണം നല്ല ആക്റ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ചാറ്റ് ബോക്സിലൊക്കെ ടക്കടക്കേന്ന് ഉത്തരം വരുന്നത്. നമ്മൾ ചോദിച്ച് തീരുന്നതിന് മുമ്പേ ഉത്തരം വന്നു കഴിഞ്ഞു. പ്രാക്ടീസ് ടൈമിൽ ശരിക്കും വളരെ ആക്റ്റീവ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു നമ്പർ കൂടുതലുള്ളതാണോ അറിയത്തില്ല. പ്രാക്ടീസ് ടൈമിൽ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ടായിരുന്നു. മേഡം ഒട്ടുമിക്ക കാര്യങ്ങളും മുന്നേ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അത് ഞങ്ങളെ ഉണർത്തുക എന്നുള്ളതാണ്. ഞങ്ങളെ ഇതുവരെ സംബന്ധിച്ച് അത് സിമ്പിൾ ആയിരിക്കും. ടോപ്പിക് ഓൾറെഡി അറിയായിരിക്കും. ബട്ട് റീഫ്രഷ് ചെയ്യുന്നത് നല്ലതാണ്. You made us cool. Okay. Thank you. Thank you, sir. Thank you very much. സാറേ ഒന്ന് അവസാനിപ്പിച്ചേക്കാം റെക്കോർഡിങ്. Sure, I'll do that. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും വിദ്യാർത്ഥിയുടെ പേരിൽ നന്ദി.